വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. നിങ്ങളുടെ സ്വന്തം ഗുരുജിയാണ്, ട്രേഡർ, ഓപ്ഷൻ ട്രേഡറിൽ നിന്ന്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 22-ാം തീയതി 4 ഏപ്രിൽ മാസം 2024 രാവിലെ 6:03 AM ആണ്. സോ ഈ പ്രൊഫൈൽ, അതായത് ഇതിന് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. മാർക്കറ്റ് പ്രൊഫൈലിൽ ഇടത് സൈഡിൽ കാണുന്നത് സ്പ്ലിറ്റ് പ്രൊഫൈലും റൈറ്റ് സൈഡിൽ കാണുന്നത് ഫിക്സ്ഡ് പ്രൊഫൈലുമാണ്. ഇതിനകത്ത് നമുക്ക് ഈ പ്രൊഫൈൽ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരുമാതിരത്തെ ഒരു ടഫായിട്ടുള്ള കടിച്ചാപ്പൊട്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് ഇതെന്താണ്, നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഗ്യാപ്പുണ്ട്. 3 ഗ്യാപ്പിന് അനോമാലി എന്ന് പറയും, അത്രയേ ഉള്ളൂ. അതായത് ഈ ഹോളുണ്ടല്ലോ, അത് ഇവിടെ ഒരു ജി പീരീഡിൻ്റെ അവിടെ ഒരു ഹോള്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ജെ പീരീഡിൻ്റെ അവിടെ ഒരു സ്പേസ്, പിന്നെ എൽ പീരീഡിൻ്റെ അവിടെ ഈ സ്പേസ്. സോ ഈ കാണുന്ന 3നെയും ഈ ഒരു പ്രൊഫൈൽ സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാൽ മിനിമം 3 നമുക്ക് വേണ്ടത്. ഇതേപോലെ ചെറിയ ചെറിയ ഹോളുള്ളതിനെ, അതിനെ അനോമാലി, ഇതാണ് കടിച്ചാപ്പൊട്ടാത്ത വാർത്ത. മനസ്സിലായില്ലേ? പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക്. അനോമാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതേപോലെ ഈ ഒരു പ്രൊഫൈലിൽ, മാർക്കറ്റ് പ്രൊഫൈലിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഇമോഷൻ ഉണ്ട്. ഇമോഷനായിട്ട് മുകളിൽ നിന്ന് വന്നവർ വീണ്ടും ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തോ ന്യൂസ് കൊണ്ട് ആൾക്കാർ കയറി, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തവർ അവരുടെ ഷോർട്ട് കവർ ചെയ്തു. അങ്ങനെ എന്ത് വേണോ നമുക്ക് പേര് കൊടുക്കാം. നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ പോകരുത്. മിക്ക യൂട്യൂബ് വീഡിയോസും നിങ്ങൾ വീണ്ടും താല്പര്യത്തോടെ കാണാൻ കാരണം ഇന്നല്ലേ എന്ത് നടന്നു, കഴിഞ്ഞത് എന്ത് നടന്നു എന്നുള്ളതാണ് ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നത്. നമ്മുടെ ട്രേഡർ, ഓപ്ഷൻ ട്രേഡിൽ അത് സംസാരിക്കാറില്ല. കാര്യത്തിൽ അത് സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ലേ? നമുക്ക് എന്താണോ ഈ നമ്മുടെ ഹ്യൂമൻ നാച്ചറാണ്. നിങ്ങൾ എന്ത് വേണോ നോക്കിക്കോളൂ. ഈ ക്രിക്കറ്റ് മാച്ച് നമ്മൾ കളിക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ ആയിരുന്നു. അപ്പം അടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഇതിലും ആരും പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓപ്ഷൻ ബയറെല്ലാം അതുമാത്രം നോക്കിയിട്ട് നാളെ ഇങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞ് പ്രഡിക്ഷനിൽ പോകുന്നത്. ഓക്കെ, പക്ഷേ നമുക്കിവിടെ മാർക്കറ്റ് പ്രൊഫൈൽ ഫ്യൂച്ചർ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ പറയുന്ന ഇൻഫർമേഷൻ 47,000 വീണ്ടും റീടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പ്രൊഫൈൽ, ഈ ഹോൾ, ഈ ഗ്യാപ്പൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്ത്, അൺഫിനിഷ്ഡ് ബിസിനസ് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഇനിയുള്ള ഒരു മുകളിലോട്ട് യാത്ര. അതല്ല ഈ അനോമാലി ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 48,000 മുകളിൽ നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടണം. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി എന്ന് വിചാരിച്ചോളൂ. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം 48,000 അവിടെ നമുക്ക് മിനിമം ഒരു മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യണം. സോ ആ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഞാൻ ഇന്നത്തെ ദിവസം ഒരു ഇൻട്രാഡേ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് 47,000 തന്നെയാണ്. തിരിച്ച് താഴോട്ട് തന്നെയാണ് നോക്കുന്നത്. അതും ഓപ്പൺ വളരെ ക്ലിയറായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നലത്തെ ക്ലോസിന് താഴെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഈ വാല്യൂ ഏരിയക്കകത്ത്, അതായത് 47,450 അവിടെയൊക്കെ വാല്യൂ ഏരിയയ്ക്ക് അവിടെയൊക്കെ അക്സെപ്റ്റൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ വാല്യൂ ഏരിയ ഫുള്ളായിട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഫില്ല് ചെയ്യും. സോ ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട്. നമുക്ക് നോട്ട് ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് ഈ ലെവൽസ്, ഇത് ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ലെവൽസാണ് ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ലെവൽ മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ടെലഗ്രാം ചാനലില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അവിടെ ലൈവ് ഒബ്സർവേഷൻ കൊടുക്കുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.